PV ഫുൾ ഫോം എന്താ? പർച്ചേസ് വാല്യൂ. നമ്മള് പ്രോഡക്റ്റുകളുടെ സെയിൽസ് വിപണനത്തിൽ കൂടി കിട്ടുന്ന പർച്ചേസ് വാല്യൂ PV. ഇതിന്റെ ബേസിലാണ് നമുക്ക് RCM വരുമാനം. PV എത്ര കേടുന്നു അത്ര വരുമാനം. കണ്ടോ, ഒരു കാണിച്ചു തരാം. അതിന് നമുക്ക് PV കയറാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ആണ് RCM ഉള്ളത്. ഒന്ന് റീറ്റെയിൽ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് റിക്രൂട്ട്. രണ്ട് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുക? PV കിട്ടുക. അപ്പൊ PV കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റുകളുടെ വിപണനം നടക്കണം. RCM പ്രോഡക്റ്റ് ഉണ്ടോ? പിന്നിലിരിക്കുന്ന ആൾക്കാരെല്ലാം ഉറങ്ങാണല്ലോ. പ്രോഡക്റ്റ് ഉണ്ടോ RCM? പ്രോഡക്റ്റ് ഉണ്ട് RCM. എത്ര പ്രോഡക്റ്റ് ഉണ്ട്? 4500 പരം പ്രോഡക്റ്റുകളുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളാണോ? എന്താ എല്ലാവരും ഒരു എസ് പറയാത്തത്? ഇനി എസ് പറഞ്ഞില്ല എല്ലാവരും ഞാൻ കസേരയുടെ മേലെ കയറ്റി നോക്കും. സ്കൂളിൽ കണ്ടിട്ടില്ലേ കസേരയുടെ മേലെ കയറ്റി? അപ്പൊ PV വരണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ വിപണനം നടക്കണം. അതുകൊണ്ടാണ് PV എന്ന് TC ചപ്രാജി അതിന് പേരിട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷണറി ഡയറക്ടർ എന്നാണ്. പ്രോഡക്റ്റുകൾ വാങ്ങണം. PV എന്താണ്? പ്രോഡക്റ്റുകൾ വാങ്ങണം. PV പ്രോഡക്റ്റുകൾ വിൽക്കണം. പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, പ്രോഡക്റ്റുകൾ വിൽക്കണം. PV. അപ്പൊ എന്ത് വരും? പണം വരും, പൈസ വരും. എല്ലാം PV ആ. കുറച്ചുപേര് നാളെ കൈയടിക്കുള്ളൂ, കാരണം അവർക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരും കൈയടിച്ചിട്ടില്ല. ചിലർക്ക് നമ്മളോട് ഓടിയിട്ടില്ല. ഒരു നാളെ കൈയടിക്കും. അപ്പൊ കുട്ടികൾ ചോദിക്കാതെ എന്താ കൈയടിക്കുന്ന? ഇല്ല, ഇന്നലെ ഒരു തമാശ, ഇന്നായി ഓടിയത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. അപ്പൊ PVയുടെ ബേസിലാണ് നമ്മളെ വളർച്ച. PV എത്ര കയറുന്നു അത്രയും നമ്മൾ വളരും, അത്രയും പണം വരും. അപ്പൊ പ്രോഡക്റ്റ് വാങ്ങണം, പ്രോഡക്റ്റ് വിൽക്കണം, അപ്പൊ പണം വരും. അതാണ് പർച്ചേസ് വാല്യൂ. അപ്പൊ RCM ഇത് 3 ചെയ്താൽ മതി. ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാർ RCM എന്താന്ന് ചോദിച്ചാൽ അവരോട് പറയണം പ്രോഡക്റ്റ് വാങ്ങണം, പ്രോഡക്റ്റ് വിൽക്കണം, അപ്പൊ പണം വരും. RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? അപ്പൊ RCMന്റെ ഒരു ഔട്ട്ലെറ്റിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക, അവരോട് പ്രോഡക്റ്റുകളൊക്കെ കാണിക്കുക, എന്നിട്ട് പറയാ പ്രോഡക്റ്റ് വാങ്ങണം. പറയൂ, പ്രോഡക്റ്റ്. അപ്പൊ എന്ത് വരും? ഇതേ ഉള്ളൂ. പിന്നെ വാങ്ങണം. ഓക്കെ. അപ്പൊ PV വരാൻ വേണ്ടിയിട്ട് നമുക്ക് RCMൽ 2 സെഗ്മെന്റ്സ് ആണുള്ളത്. എന്തൊക്കെയാ? റീറ്റെയിലും റിക്രൂട്ട്മെന്റും. അപ്പൊ റീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ റീറ്റെയിൽ നമുക്ക് ഈസിലി ചെയ്യാം. റീറ്റെയിൽ ഇൻ RCM സിമ്പിൾ. എന്താ കാരണം? RCMലുള്ള പ്രോഡക്റ്റുകൾ എസെൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. RCMലുള്ള പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്, ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്, വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്, റീസണബിളി പ്രൈസ്ഡ് ആണ്. എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്ന വിലയുള്ളൂ RCMലെ പ്രോഡക്റ്റുകൾക്ക്. യെസ് ഓർ നോ? ഗോതമ്പ് പൊടി ആയാലും ശരി, പേസ്റ്റ് ആയാലും എല്ലാം നമ്മുടെ കയ്യിൽ എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രൈസിങ് നമുക്കില്ല. ഇന്ത്യയിലുള്ള 90-95% നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലും ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവര് പറയും നിങ്ങൾ റീറ്റെയിൽ ചെയ്യണ്ട. പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ റീറ്റെയിൽ ചെയ്യണം എന്ന് പറയുമ്പോഴാണല്ലോ ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ സാധനം എസെൻഷ്യൽ ആണോ, ഇത് ക്വാളിറ്റി ഉണ്ടോ, ഇന്ത്യൻ ആണോ, വൈഡ് റേഞ്ച് ആണോ, റീസണബിൾ ആണോ? വിൽക്കണ്ട. എന്തുകൊണ്ട് വിൽക്കണ്ട? കാരണം നിങ്ങൾ സെയിൽസ്മാൻ അല്ല. നമ്മൾ ആരാണ്? നമ്മൾ ലീഡർമാരല്ലേ. നിങ്ങൾ വിൽക്കണ്ട, നിങ്ങൾ ആളെ പിടിച്ചാൽ മതി. ഇങ്ങനെയാണ് 95% കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആളെ പിടിച്ച് പോകുന്ന സമയത്ത് കമ്പനി പിടികിട്ടാ പുള്ളിയായി പോകും. കമ്പനി എവിടെയോ പോയി. കാരണം ആ പ്രോഡക്റ്റുകളൊന്നും ആരും വാങ്ങുന്നില്ല. അങ്ങനെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ 5 വർഷം കൊണ്ട് തന്നെ 10-90% കമ്പനികൾ അറിഞ്ഞുപോയത്. അവർക്കൊന്നും ഈ സ്പെസിഫിക്കേഷൻസ് ഇല്ല, ഈ ഫീച്ചേഴ്സ് അവിടെ പറയാൻ പറ്റില്ല. അവരുടെ പ്രോഡക്റ്റ് ഒക്കെ അനാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളായിരുന്നു, ഓവർ പ്രൈസ്ഡ് ആയിരുന്നു.
അവരുടെ ഫോക്കസ് മണി സർക്കുലേഷനാണ്. മണി സർക്കുലേഷൻ. RCM നമ്മൾ മണി സർക്കുലേഷൻ അല്ല, നമ്മൾ പ്രോഡക്റ്റ് സർക്കുലേഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. ഹലോ, നമ്മൾ എന്ത് സർക്കുലേറ്റ് ചെയ്യും? നമ്മൾ പ്രോഡക്റ്റ് സർക്കുലേറ്റ് ചെയ്യും. പ്രോഡക്റ്റ് വിൽക്കും, പ്രോഡക്റ്റ് വാങ്ങും, പ്രോഡക്റ്റ് വിൽക്കും, പിന്നെ വാങ്ങും, അല്ലേ? അതാണ് പിന്നെ വിൽക്കും. ഓ, ഇതൊരു രക്ഷയില്ല. ഇവിടെ പോകുമ്പോഴത്തേക്ക് ഇനി എത്രയൊക്കെ PV വരുമാവും. ഇനിയിപ്പോ ആളുകൾ ഞാൻ പറയുമ്പോൾ ഒന്നും ശ്രദ്ധിക്കില്ല, PVയുടെ ഫുൾ ഫോം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ്. അപ്പോ നമ്മുടെ പ്രോഡക്റ്റുകൾ എസെൻഷ്യൽ പ്രോഡക്റ്റ് ആണ്, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ്, ഇന്ത്യൻ പ്രോഡക്റ്റുകളാണ്. നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ആരെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് മീറ്റ് ചെയ്യാം, ആരോട് വേണമെങ്കിൽ സംസാരിക്കാം. ഡോക്ടേഴ്സിനോട് സംസാരിക്കാം, ഫാർമേഴ്സിനോട് സംസാരിക്കാം, പണമുള്ളവരോട് സംസാരിക്കാം, പണമില്ലാത്തവരോട് സംസാരിക്കാം, രോഗികളോട് സംസാരിക്കാം, ആരോഗ്യമുള്ളവരോട് സംസാരിക്കാം. ഒരു ഡോക്ടർ ആരോടാ സംസാരിക്കുക? മാത്രം അവർക്ക് അതേ മതി, അല്ലെ? മെഡിക്കൽ ഷോപ്പുകാരന് സെയിൽസ് കൂടണമെങ്കിൽ ഇന്ത്യയിൽ എന്ത് കൂടണം, അല്ലേ? ആണോ അല്ലയോ? വക്കീലിന് തൊഴിൽ കിട്ടണമെങ്കിൽ എന്ത് കൂടണം? പോലീസുകാർക്ക് പണി കിട്ടണമെങ്കിൽ എന്ത് വേണം? വേണു സർ, പോലീസുകാർക്ക് പണി കിട്ടാന്ന് പറഞ്ഞാൽ ആ പണിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെ, കുറ്റകൃത്യങ്ങൾ കൂടണം. RCM വരുമാനം കിട്ടണമെങ്കിൽ എന്ത് കൂടണം? ആരോഗ്യമുള്ള ആളുകളുടെ എണ്ണം കൂടണം. ഹലോ, ആരോഗ്യമുള്ള, വിദ്യാഭ്യാസമുള്ള, അറിവും വിവരവുമുള്ള ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് RCM വളരും. അപ്പൊ നിങ്ങൾ നോക്കൂ, പോലീസിൽ ചേരണോ, ഡോക്ടർ ആവണോ? ആ മൂർത്തി സാറൊക്കെ മോനെ കൊണ്ട് എന്തിനും ഡോക്ടറൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ RCM വരുന്ന എനിക്ക് വിശ്വസിക്കുന്നു. മൂർത്തി സാറിനോട് പറയില്ലേ? ഓക്കെ, അതുവരെ വീഡിയോ എടുക്കുന്നത് ഷിജുവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റിക്രൂട്ട്മെന്റ്. അടുത്ത ഏതാണ്? റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് എന്തിനാ റിക്രൂട്ട് ചെയ്യുന്നത്? എന്താണ് റിക്രൂട്ട്മെന്റും ജോയിനിങ് പീപ്പിളുമായിട്ടുള്ള വ്യത്യാസം? ജോയിനിങ് ദ പീപ്പിൾ ആൻഡ് റിക്രൂട്ട്മെന്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? എയർഫോഴ്സിലേക്ക് ജോയിനിങ് പീപ്പിൾ ആണോ റിക്രൂട്ട്മെന്റ് ആണോ? റെയിൽവേസിലേക്ക് ജോയിനിങ് പീപ്പിൾ ആണോ റിക്രൂട്ട്മെന്റ് ആണോ? അല്ലെ, ബാങ്കിങ് ആയാലും ശരി, പോസ്റ്റൽ സർവീസ് ആയാലും ശരി, അവിടെ എല്ലാം നടക്കുന്ന എന്താണ്? റിക്രൂട്ട്മെന്റ് ആണ്. വാട്ട് യു മീൻ ബൈ റിക്രൂട്ട്മെന്റ്? തിരഞ്ഞെടുക്കുകയാണ്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. അവർക്ക് അതിന് കഴിവുണ്ടോ, അവരതിൽ പ്രവർത്തനത്തിന് അവരെ കൊണ്ട് സാധിക്കുമോ എന്ന് അവർക്കൊരു റിട്ടേൺ ടെസ്റ്റും ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ അവരെ റിക്രൂട്ട് ചെയ്യുള്ളൂ. അതേപോലെ നമ്മൾ RCMലേക്ക് നമ്മളെ കൂടെ കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പെർഫോം ചെയ്യും. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോയിനിങ് പീപ്പിളാണ്. ഒരാളൊരു സോപ്പ് വാങ്ങിയാൽ എങ്ങനെയുണ്ട് ഇയാളെ പിടിച്ച് ചേർക്കാൻ? ഒരു സോപ്പ് വാങ്ങിയാൽ ബാക്കിയുള്ള PV ഞാൻ അടിച്ചോളും, കാരണം എന്റെ ഡിസ്പ്ലേ വാളിൽ ഇഷ്ടം പോലെ PV കിടക്കാം. ബാക്കിയുള്ള PV ഞാൻ അടിച്ചോളാം, സാർ ഒരു ജോയിനിങ് കിട്ടും. ഒരു സോപ്പ് വാങ്ങിയാൽ ജോയിനിങ്, ഒരു പേസ്റ്റ് വാങ്ങിയാൽ ജോയിനിങ്, ഒരു ഗോതമ്പ് പൊടി വാങ്ങിയാൽ ജോയിനിങ്. ആ ജോയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത ആൾ പിടിച്ചോണ്ട് പോകും. ഷിജു കൊടുത്തില്ല ജോയിനിങ്, ഷിജു കൊടുത്തിട്ടില്ല, എന്നാ പിന്നെ ഞാൻ എന്റെ കൂടെ പോയി. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു സാധനം വാങ്ങിയാലും ഞങ്ങൾ ജോയിനിങ് കൊടുക്കും. എന്നിട്ട് അടുത്ത മാസം തൊട്ട് എന്താണ് അദ്ദേഹത്തിന്റെ PV? 0. കാരണം അദ്ദേഹം പ്രോഡക്റ്റ് വാങ്ങിയില്ല, പ്രോഡക്റ്റ് വിറ്റില്ല, പിന്നെയും വാങ്ങിയില്ല, പിന്നെയും വിട്ടില്ല. അപ്പൊ PV ഇല്ല, അവസാനം PV ഇല്ല. അപ്പൊ റിക്രൂട്ട്മെന്റ് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈസ് ഫോർ പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ പാസീവ് ഇൻകം? നമ്മൾ തൊഴിൽ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്ന വരുമാനത്തിനെയാണ് എന്ത് പറയാ? പാസീവ് ഇൻകം. പാസീവ് ഇൻകം ആണ് നമുക്ക് എന്ത് തരിക? ഫൈനാൻഷ്യൽ ഫ്രീഡം. നമ്മളുടെ സമയത്തിനെ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആയിരിക്കണം. നമ്മുടെ സമയത്തിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കണമെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ സമയം നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ സമയം വേറെ ആൾക്കാരും എല്ലാം ഉപയോഗിക്കും. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളുടെ സമയത്തിന് ഉപയോഗിക്കും. കാരണം നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ അല്ല. അവ കാശിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകേണ്ടി വരും, കാശിന് വേണ്ടി ബിസിനസ്സിന് പോകേണ്ടി വരും.
ഞാനും RCM തുടങ്ങിയത് കാശിന് വേണ്ടിയിട്ടായിരുന്നു. എന്റെ സമയം കാശിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ന് കാശിന് വേണ്ടിയിട്ട് ഞാൻ RCMന് സമയം കൊടുക്കാറില്ല. ഇന്ന് RCM എനിക്ക് കാശുണ്ടാക്കി തരാ ചെയ്യുന്നത്. സുമിത് സാറിനെ പോലെയുള്ള CEO, തുളസി പെയിന്റിന്റെ CEO ആണ്. ഇന്ന് വന്നില്ലേ? അറ്റൻഡ് ചെയ്തോ? അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടം പോലെ PV ഉണ്ടാക്കി തന്നു. അദ്ദേഹം ഇപ്പൊ കോട്ടക്കലേക്ക് പറന്നു. ഞാൻ നേരെ വീട്ടിലേക്ക് ഒരു ഹോട്ടലിൽ പോയി ചായ കുടിച്ച് തിരിച്ചു വീട്ടിൽ പോകും. അദ്ദേഹം കോട്ടയത്ത് പോകും, കോട്ടക്കൽ പോകും, അവിടുന്ന് തിരുവനന്തപുരത്ത് പോകും, അവിടുന്ന് എറണാകുളം പോകും, അവിടുന്ന് കണ്ണൂർ പോകും. ന്യൂട്രിചാർജ് കമ്പനിക്കാര് കൊച്ചിയിൽ പോകും, ബാംഗ്ലൂരിൽ പോകും. അതിന് വേണ്ട ട്രെയിനേഴ്സ് ഉണ്ട്, കീസോളിന്റെ ട്രെയിനേഴ്സ് ഉണ്ട്. അവരെല്ലാം ഓടി നടന്ന് എനിക്ക് PV ഉണ്ടാക്കി തരും. അവരോടൊന്നും പറയണ്ട കേട്ടോ ഇത്, റൈറ്റ്? ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാം. എപ്പോ? RCMനെ ഇപ്പം മനസ്സിലാക്കിയാൽ. RCMനെ ഇപ്പം മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിനെ പിന്നീട് കമ്പനി ടേക്ക് ഓവർ ചെയ്തോ, സിസ്റ്റം ടേക്ക് ഓവർ ചെയ്തോ.